വീഡിയോയിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന രണ്ട് ടേംസാണ് എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവ രണ്ടിൻ്റെയും വ്യത്യാസങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇതിനോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ കിട്ടുള്ളൂ. അപ്പോൾ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാം, എന്നിട്ട് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ടോട്ടൽ പാത്ത് ട്രാവൽഡ് ബൈ എൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ അത് സഞ്ചരിച്ച ടോട്ടൽ പാത്ത്, അത് എങ്ങനെ വേണമെങ്കിൽ സഞ്ചരിക്കാം അല്ലേ. എയിന്ന് ബിയിലോട്ട് ഒരു ഒബ്ജക്റ്റ് പോവാണ്. അപ്പോൾ ഒന്നുകിൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ പാത്തായിട്ട് നേരിട്ട് എയിന്ന് ബിയിലേക്ക് പോവാം, അല്ലെങ്കിൽ വളഞ്ഞ് മൂക്ക് പിടിക്കാം. ഇങ്ങനെയും പോവാമല്ലോ, എയിന്ന് ബിയിലോട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയും പോവാം. അപ്പോൾ എങ്ങനെ പോയാലും അത് സഞ്ചരിച്ച ടോട്ടൽ ലെങ്ത്, ടോട്ടൽ പാത്തിനെയാണ് ഡിസ്റ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങനെയല്ല. ഡിസ്പ്ലേസ്മെൻറ്റിന് പറയുമ്പോൾ തന്നെ ആലോചിക്കണം, അത് സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ കൂടെ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്റ്റാർട്ട് ആൻഡ് എൻഡ് പോയിന്റ്, അതായത് വളഞ്ഞു മൂക്കുപിടുത്തൊന്നും അവിടെ ഇല്ല. എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ബിയിലോട്ട് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമേ മൂവ് ചെയ്യുള്ളൂ. അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇനി അടുത്തൊരു പോയിന്റ് നമുക്ക് പഠിക്കാം. ഇനി അടുത്തൊരു പോയിൻ്റാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, അവിടെ ഡയറക്ഷൻ ഉണ്ടാവില്ല. ഒരു ന്യൂമറിക്കൽ വാല്യൂ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു നമ്പർ വെച്ചിട്ട് ഈ ഡിസ്റ്റൻസിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അത്തരം ക്വാണ്ടിറ്റീസിനെ നമ്മൾ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയാം. പരീക്ഷയ്ക്ക് ചോദ്യം വരും, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ഒരു സ്കേലാർ ആണോ വെക്ടർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഒരു നമ്പർ വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ ഡയറക്ഷനും നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റും. അങ്ങനത്തെ വരുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ ഇത് രണ്ടും നന്നായി പഠിച്ചിരിക്കുക. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇതൊരു പോയിൻ്റാണ്, ഡിസ്റ്റൻസിൻ്റെ വാല്യൂ ഒരു 0 ആവില്ല. ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് ആണ് കേട്ടോ. ഇതിനോടനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് കിട്ടണമെങ്കിൽ ഇത് ശ്രദ്ധിച്ചിരിക്കണം. ഡിസ്റ്റൻസിൻ്റെ വാല്യൂ ഒരിക്കലും 0 ആവില്ല, എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ 0 ആവാം. ഇനി നമുക്ക് ഇതിനോടനുബന്ധിച്ചുള്ള ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അതായത് ഈ നീല വര ഇങ്ങനെ വരച്ചേക്കുന്നത് ഇലക്ട്രിക് പോൾസ് ആണ്. ഈ റോഡ് സൈഡിലൊക്കെ കാണുന്ന ഇലക്ട്രിക് പോസ്റ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ് ഈ നേരെ വരയായിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത്. ABCD 4 ഇലക്ട്രിക് പോസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടി സഞ്ചരിക്കുന്നു അതിനിടയിൽ കൂടെ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ചൈൽഡ്. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ വളഞ്ഞ് പോയിട്ട് നമുക്ക് അവിടെ എത്താം. രണ്ടിലും നമുക്ക് ഡിസ്റ്റൻസ് കാണാം. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, ഇവിടെ വളഞ്ഞ് പോകണില്ലൊന്നുമില്ല. ഈ കുട്ടി ഇവിടെ നിന്ന് നേരെ ഡിയിലേക്ക് സഞ്ചരിക്കുന്നു. ആ ഒരു ഫിഗറാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ട്രാവൽ ചെയ്തിരിക്കുന്നത് എയിന്ന് ഡിയിലേക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര ട്രാവൽ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ പ്ലസ് ഇത്, അല്ലെങ്കിൽ 40 × 3 120 മീറ്ററാണ് ടോട്ടൽ ഡിസ്റ്റൻസ് ആ കുട്ടി ട്രാവൽ ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കറണ്ട് പൊസിഷൻ C ആൻഡ് ദ ഇനീഷ്യൽ പൊസിഷൻ B ഓഫ് ദ ചൈൽഡ്. കറണ്ട് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ കുട്ടി നിൽക്കുന്നത് എവിടെയാണ്? സിയിലാണ് ആ കുട്ടി നിൽക്കുന്നത്. ഇനീഷ്യൽ പൊസിഷൻ മുമ്പ് എവിടെ നിന്നിരുന്നത്? ബിയിൽ. അപ്പോൾ ബിയിൽ നിന്ന് സിയിലോട്ട് ആ കുട്ടി സഞ്ചരിച്ചു, അതുകൊണ്ടാണ് ഇപ്പോൾ ആ കുട്ടി സിയിൽ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബിയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണക്കാക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതെത്രയാണ് ആ ബിയും സിയും തമ്മിലുള്ളത്? 40 മീറ്ററാണ് ഇവിടുത്തെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇഫ് ദ ചൈൽഡ് ട്രാവൽ 40 മീറ്റർ ഫ്രം ദ ബിന്ന് 40 മീറ്റർ നടന്നു, അല്ലെങ്കിൽ 40 മീറ്റർ ബിയിൽ നിന്ന് ആ കുട്ടി സഞ്ചരിച്ചു. വിച്ച് ആർ ദ പോസിബിൾ പൊസിഷൻ ഓഫ് ദ ചൈൽഡ്. ബിയിൽ നിന്ന് നടന്നു എന്നാണ് ഈ ഒരു ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത്. ബിന്ന് എങ്ങോട്ട് നടക്കാം? സിയിലേക്കും നടക്കാം, ബിയിൽ നിന്ന് എയിലോട്ട് നടക്കാം. അപ്പോൾ ഈ ചൈൽഡ് എവിടെ എത്തും? ചൈൽഡ് ക്യാൻ റീച്ച് അറ്റ് എ ഓർ സി. മനസ്സിലായ? ഈ ബിന്ന് ആ കുട്ടി യാത്ര തിരിച്ചെന്ന് മാത്രമേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളൂ. ബിന്ന് ഇങ്ങോട്ടാണോ, ബിയുടെ റൈറ്റിലേക്കാണോ ലെഫ്റ്റിലേക്കാണോ എന്നൊന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ 2 പോസിബിലിറ്റിയാണുള്ളത്. ബിയിൽ നിന്ന് 40 മീറ്റർ സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ അത് ഒന്നുകിൽ ആ കുട്ടി സിയിലെത്താം, അല്ലെങ്കിൽ ആ കുട്ടി എയിലെത്താം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് ദ ചൈൽഡ് ട്രാവൽ 40 മീറ്റർ ടു റീച്ച് സി ഫ്രം ബി. അതായത് ബിയിൽ നിന്ന് സിയിലേക്ക് എത്താൻ ഏത് ഡയറക്ഷനായിരിക്കും ആ കുട്ടി ചൂസ് ചെയ്യുക? ബിയിൽ നിന്ന് സിയിലേക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിങ്ങനെയാണ് പോകുന്നത് അല്ലേ, ഇതിങ്ങനെയാണ് ആ ഡയറക്ഷൻ പോകുന്നത്.
ബി കഴിഞ്ഞിട്ടാണ് സി എന്ന് പറഞ്ഞ ഇലക്ട്രിക് ബൂസ്റ്റ്. അപ്പോൾ ബിയിൽ നിന്ന് സിയിലേക്ക് പോവുകയാണെങ്കിൽ ആ കുട്ടി ഇങ്ങനെ പോകണം. അപ്പോൾ ഡയറക്ഷനെ ചോദിച്ചേക്കുന്നത് ടുവേർഡ്സ് ഈസ്റ്റ് ആണോ ടുവേർഡ്സ് വെസ്റ്റ് ആണോ. അപ്പോൾ ഡയറക്ഷനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഡയറക്ഷൻ ഇങ്ങനെ വരുന്നത് ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്, ഇവിടെ ഈസ്റ്റ്, ഇവിടെ വെസ്റ്റ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ആ കുട്ടി ബിന്ന് സിയിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോൾ ഈസ്റ്റിലേക്കാണല്ലോ നീങ്ങുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ടുവേർഡ്സ് ഈസ്റ്റ്. അതായിരിക്കും ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, 2 ഡിഫറെൻറ്റ് പാത്ത്, ഒരു കുട്ടി സഞ്ചരിക്കുന്ന 2 ഡിഫറെൻറ്റ് പാത്താണ് നമുക്ക് ഈ ഫിഗർ എയിലും ബിയിലും തന്നേക്കുന്നത്. അപ്പോൾ ആ കുട്ടി പിയിൽ നിന്ന് യാത്ര തുടർന്ന് ക്യൂ വഴി ആറിലോട്ടും ഒരു ഫിഗറിൽ അങ്ങനെയാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ നെക്സ്റ്റ് ഫിഗറിൽ പിയിൽ നിന്ന് സഞ്ചരിച്ച് ക്യൂ വഴി എസ്സിലോട്ട് എത്തണം. അപ്പോൾ 2 ഫിഗറും 2 ടൈപ്പിലാണ് സഞ്ചരിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ഫിഗർ എ? എയിൽ കവർ ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്ത് വന്നതുകൊണ്ട് ഡിസ്റ്റൻസ് അവിടെ എപ്പോഴും വളഞ്ഞ വഴിയിലേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് കണ്ട സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഇതേ ഇങ്ങനൊരു, അതായത് വളഞ്ഞ വഴിയിൽ ആ കുട്ടി സഞ്ചരിച്ചത് എത്രയാണ്? 60 + 40. എത്ര മീറ്റർ ആ കുട്ടി സഞ്ചരിച്ചു? 100 മീറ്റർ ആ കുട്ടി സഞ്ചരിച്ചു. ഇനി വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഫിഗർ എ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, അതൊരു ഷോർട്ടസ്റ്റ് പാത്താണ്. നേരിട്ട് അതൊരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും. പിയിൽ നിന്ന് ആറിലോട്ട് നേരിട്ട് എത്രയാണ്? 80 മീറ്ററാണ് ആ കുട്ടി സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെൻറ്റ് ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ആസ് പെർ മോഷൻ ഇൻ ഫിഗർ ബി? ഫിഗർ ബിയിൽ ആ കുട്ടി സഞ്ചരിച്ച ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം ഡിസ്റ്റൻസ് ആയാലും ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ ആയാലും നേരിട്ട് സ്ട്രെയിറ്റ് ലൈൻ പാത്താൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ഈ കുട്ടി സഞ്ചരിച്ചത് പിന്ന് എസ്സിലോട്ട് എത്താൻ, ക്യൂ വഴി എസ്സിലോട്ട് എത്താൻ ഉപയോഗിച്ച ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് 60 + 40 എത്രയാണ്? 100 മീറ്ററാണ് ഇവിടെ കുട്ടി ഉപയോഗിച്ച ഡിസ്റ്റൻസ്. അതേപോലെ തന്നെ ആലോചിച്ച് നോക്കിയേ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? 100 മീറ്റർ തന്നെ. അതും ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടുള്ള ഷോർട്ടസ്റ്റ് പാത്താണ് ആ കുട്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സിയും ഈ സിയിൽ 1, 2 ക്വസ്റ്റ്യൻ, അതായത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഇവിടെ ഈക്വലായിട്ടാണ് വന്നേക്കുന്നത്. അതിനോടനുബന്ധിച്ചിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നമ്മൾ ഈ ഫിഗറിൽ കണ്ട ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 + 40 100 മീറ്ററാണ്. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഫിഗർ എയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 80 ആണ്. എന്നാൽ രണ്ടാമത്തെ ഫിഗറിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും 100 കിട്ടിയേക്കുന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇൻ വിച്ച് സിറ്റുവേഷൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ ഈക്വൽ? ഏത് ഫിഗറിലാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയത് വന്നേക്കുന്നത്? സെക്കൻഡ് കേസിൽ ഫിഗർ ബിയിലാണ് ഡിസ്റ്റൻസിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയത്. അതായത് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ചൈൽഡ് ഇവിടെ മൂവ് ചെയ്യാണ്, അവിടെ സ്ട്രെയിറ്റ് ലൈൻ പാത്തിലൂടെയാണ് ആ ചൈൽഡ് സഞ്ചരിക്കുന്നത് വിത്തൗട്ട് ചേഞ്ചിങ് ഡയറക്ഷൻ. ഒരു ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിലൂടെ ആ കുട്ടി സഞ്ചരിച്ചത് കൊണ്ടാണ് ഇവിടെ ഡിസ്റ്റൻസിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയതുകൊണ്ട്. അപ്പോൾ ഫിഗർ ബിയിലാണ് ആ ഒരു സിറ്റുവേഷൻ വന്നേക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്റ്റൻസിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും SI യൂണിറ്റ് അഥവാ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിനും സെയിം ആണ്. എന്താണ്? മീറ്റർ, റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ ലെറ്റർ M. ഓർത്തിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ ഇതിൻ്റെ യൂണിറ്റ്. ഒരു പോയിൻ്റ് കൂടി പഠിച്ചിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞു പോയ പോയിൻ്റ് തന്നെയാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസിൻ്റെ ആയിക്കോട്ടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആയിക്കോട്ടെ മാഗ്നിറ്റ്യൂഡ് അഥവാ അവരുടെ ആ ലെങ്ത്ത് ഈക്വൽ ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ആ ഒരു ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ സഞ്ചരിക്കണം, അതുപോലെ തന്നെ സെയിം ഡയറക്ഷനിലും സഞ്ചരിക്കണം. ഡയറക്ഷൻ അവിടെ ചേഞ്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിനും വാല്യൂ മാറും. അത് ഓർത്തിരിക്കുക, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം, അതുപോലെ തന്നെ ഡയറക്ഷനിൽ വ്യത്യാസമൊന്നും ഉണ്ടാവാൻ പാടില്ല. സെയിം ഡയറക്ഷനിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡിസ്റ്റൻസിൻ്റെയും വാല്യൂ സെയിമായി നമുക്ക് കിട്ടുള്ളൂ. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് പഠിച്ചിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യണേ.